ആനകളുടെ പരിപാലനവും സുരക്ഷയും ഉടമ എന്ന നിലയിൽ ദേവസ്വത്തിന്റെ കടമയെന്ന് ഹൈക്കോടതി. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയടഞ്ഞ 3 പേർ മരിച്ച വിഷയം പരിഗണിക്കവെയാണ് പരാമർശം. പടക്കം പൊട്ടിക്കുന്ന സ്ഥലത്ത് ആനകളെ എന്തിനാണ് നിർത്തിയതെന്നും ആനകളെ തുടർച്ചയായി യാത്ര ചെയ്യിപ്പിക്കുന്നത് എന്തിനെന്നും കോടതി ചോദിച്ചു. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എന്തൊക്കെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? വിഷ്ണു, കഴിഞ്ഞയാഴ്ച കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവം പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ആനയുടെ യാത്രാ രജിസ്റ്റർ അടക്കം കോടതിയിൽ ഗുരുവായൂർ ദേവസ്വം അധികൃതർ ഹാജരാക്കിയിരുന്നു. ഇത് പരിശോധിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായത്. ആനകളുടെ പരിപാലനവും സുരക്ഷയും ഉടമ എന്നുള്ള നിലയിൽ ദേവസ്വത്തിന്റെ കടമയാണെന്നാണ് ഹൈക്കോടതി വിമർശന രൂപേണ ഓർമ്മിപ്പിച്ചത്. 2 ആനകൾ പരസ്പരം സ്പർശിക്കുന്ന സമയത്ത് തന്നെ വന്യ സ്വഭാവം പ്രകടമാക്കും. പടക്കം പൊട്ടിക്കുന്ന സ്ഥലത്ത് എന്തിനാണ് ആളുകളെ നിർത്തിയതെന്നും ഹൈക്കോടതി വിമർശന രൂപേണ ചോദിക്കുകയും ചെയ്തു. 25 കിലോമീറ്റർ വേഗത്തിലാണ് വാഹനത്തിൽ ആനകളെ കൊണ്ടുപോയത്. 1.5 മാസമായി ആനകളെ പലയിടത്തായി എഴുന്നള്ളിപ്പിനായി കൊണ്ടുപോകുന്നു എന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം രജിസ്റ്ററിൽ വ്യക്തമാണ്. കൃത്യമായിട്ടുള്ള വിശ്രമം ആനകൾക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു ദിവസം 100 കിലോമീറ്ററിലധികം ദൂരം ആനകളെ കൊണ്ടുപോയെന്നും ഹൈക്കോടതി നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. പടക്കം പൊട്ടിക്കുന്നതിന് ക്ഷേത്രം ഭാരവാഹികൾ അനുമതി നേടിയിട്ടില്ല എന്നായിരുന്നു സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചത്. അതുകൊണ്ട് തന്നെ എക്സ്പ്ലോസീവ് നിയമം അനുസരിച്ച് കേസെടുത്ത് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ അസ്വാഭാവിക മരണത്തിനും കേസെടുത്ത് അന്വേഷണം തുടങ്ങിയതായിട്ടുമാണ് സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പോലീസിന് വേണ്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ആനകളെ തുടർച്ചയായി ദീർഘദൂരം യാത്ര ചെയ്യിച്ചു എന്നുള്ള ഒരു വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഗുരുവായൂർ ദേവസ്വം ഇതുമായി ബന്ധപ്പെട്ട ആനകളുടെ ഭക്ഷണം, യാത്ര തുടങ്ങിയ വിശദാംശങ്ങൾ അടങ്ങിയ രജിസ്റ്ററുകൾ ഹാജരാക്കിയ സമയത്തായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായത്. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.